നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്താകെ വലിയ ചർച്ചയായിരുന്നു. അതിലും വലിയ ചർച്ചയായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടി ചെയ്യാത്ത പാർട്ടി. ആ പാർട്ടിയുടെ പേരാണ് വെൽഫെയർ പാർട്ടി. UDFന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് വലിയ വിവാദമായി അത് മാറിയത്. LDFും BJPയും മതരാഷ്ട്രവാദമടക്കം ഉയർത്തിക്കൊണ്ട് ആ പാർട്ടിക്ക് നേരെ തിരിഞ്ഞു. UDF പോലും ഒരു വേള പകച്ചുപോയി. പക്ഷേ പക്വതയോടെ ആ വിഷയത്തെ അതിൻ്റെ സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്തു. വെൽഫെയർ പാർട്ടി ഒരു വിവാദത്തിനും പോയില്ല. നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രവർത്തനങ്ങളിൽ സജീവമായി. എന്താണ് വെൽഫെയർ പാർട്ടി ഇത്രമാത്രം ആക്രമിക്കപ്പെടാൻ ഇടയായത്? ഈ വിഷയമാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം വെൽഫെയർ പാർട്ടിയെ സംസ്ഥാനത്ത് നയിക്കുന്ന അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരിയാണ് ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം റസാഖ് പാലേരി. ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് വലിയ രീതിയിലുള്ള ചർച്ചയായത് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി വെൽഫെയർ പാർട്ടി തൊട്ടുകൂടാത്ത പാർട്ടിയായി മാറുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി വലിയ അളവിൽ ചർച്ചയായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളവിടെ മത്സരിച്ചിട്ടില്ല. ഞങ്ങൾ UDFന് പിന്തുണ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായി. CPM അത് ശക്തമായി ഉന്നയിച്ചു. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നതും ജനങ്ങളുമായി സംവദിക്കുന്നതും ഈ പാർട്ടിയെ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഒരുപാട് പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഭരണകൂടങ്ങളായി മാറിയ പാർട്ടികളുണ്ട്. കേരളത്തിലൊക്കെ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചില സവിശേഷ ഊന്നലുകളിലാണ് വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടതും അതിൻ്റെ പ്രവർത്തന മണ്ഡലം രൂപപ്പെടുത്തിയെടുത്തതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങളായി അധികാരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഭൂമിയില്ലാത്ത ജനങ്ങൾ, കുടിവെള്ള സൗകര്യമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, നിരവധിയായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ, ദളിതുകളും ആദിവാസികളുമായ നിരവധി ജനങ്ങൾ, പലപ്പോഴും ഭരണകൂട ഭീകരതയുടെ ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹങ്ങൾ, ന്യൂനപക്ഷങ്ങളാണവർ. ദളിത്, ക്രിസ്ത്യാനികളുണ്ട്, വിവിധ ജനവിഭാഗങ്ങളുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ട് രൂപപ്പെട്ടു വന്ന പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കേരളത്തിൽ അത് ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയുടെ രാഷ്ട്രീയം കൃത്യമായി ഉന്നയിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. സമഗ്ര ഭൂപരിഷ്കരണമെന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ ഭൂരഹിതരായ ദളിതുകൾ, ആദിവാസികൾ, തീരദേശവാസികൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഇവരുടെ പ്രശ്നം ജനസമൂഹത്തിൽ കൊണ്ടുവരികയും കേരളത്തിൻ്റെ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇന്ത്യയിലെ നിരവധിയായ സമൂഹങ്ങളിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ പല കാരണങ്ങളും അതിന് കാണാൻ സാധിക്കും. ഒന്ന്, മതപരമായ വിവേചനങ്ങളാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ആ വിവേചനങ്ങൾ അനുഭവിക്കുന്നവരാണ്. പല രീതിയിൽ അത് കുറേ കാലമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ജാതിയുടെ പേരിൽ വിവേചനം അനുഭവിക്കുന്ന പലരുണ്ട്. ദളിതുകൾ, അതേപോലെ തന്നെ ആദിവാസികൾ, അതേപോലെ ദളിത് ക്രിസ്ത്യാനികൾ, ഇങ്ങനെ പുറന്തള്ളപ്പെട്ട ജനതകളുടെ പ്രശ്നങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ അതൊരു പ്രത്യയശാസ്ത്രമായി ഉയർത്തിക്കൊണ്ടുവന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ ആശയം വെൽഫെയർ സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ്.
അഥവാ ക്ഷേമരാഷ്ട്രം എന്നതിൻ്റെ അടയാളം അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയ മൗലികാവകാശങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ഇതുകൊണ്ട് മാത്രം വിവേചനങ്ങൾ അവസാനിക്കുകയില്ല, നീതി പുലരുകയില്ല. മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയും വിവേചനങ്ങൾ അവസാനിക്കുകയും ചെയ്യണം. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ആൺപെൺ വ്യത്യാസത്തിൻ്റെ പേരിൽ, ജന്മത്തിൻ്റെ സ്ഥലങ്ങളുടെ പേരിൽ. ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, കേരളത്തിലെ മലബാർ, പല മലയോര മേഖല, തീരദേശ മേഖല, ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തെ തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ വിഷയമാക്കാറ്, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വഴിയായി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാറ്. പക്ഷേ ഇതിനെ പൈശാചികവൽക്കരിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും പരിഗണിക്കാത്ത, ഭരണകൂടങ്ങൾ വിശേഷിച്ചും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നത് തന്നെയാണ് ഈ വലിയ അറ്റാക്കിന് കാരണം. നിങ്ങൾ ഉന്നയിച്ചതുപോലെ CPM ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം വിലയിരുത്തുമ്പോൾ അവർ തന്നെ പറയാറുണ്ട്, ഭൂമിയുടെ രാഷ്ട്രീയം ഉന്നയിക്കുന്നു, ദളിത് വിഷയങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെ, സംവരണത്തിൽ വിശേഷമായ ഇടപെടൽ നടത്തുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് പലപ്പോഴും അതൊക്കെ ഞങ്ങളുടെ കുടക്കീഴിലുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന CPMനും ഇടതുപക്ഷത്തിലെ ചില പാർട്ടികൾക്കും വലിയ അസ്വസ്ഥതയുണ്ടാക്കുവാനുള്ള കാരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാഷ്ട്രീയമായി തന്നെ കണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളാണ്. ഉദാഹരണമായി ഇത്തരം ആളുകളുടെ വിഷയങ്ങളാണ് സമരങ്ങളായി മാറുന്നത്. കേരളത്തിലെ സമരപ്പന്തലുകൾ ആരുടെ സമരപ്പന്തലാണ്? കേരളത്തിലെ പോരാട്ടങ്ങൾ ആരുടെ പോരാട്ടങ്ങളാണ്? ഇന്ത്യയിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഏറ്റെടുത്തവരാരാണ്? ഇവർ തന്നെയാണ്. വലിയ മെജോറിറ്റിയുള്ള മികവുള്ള രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ മേൽക്കൈയുള്ളവർക്ക് ഒരാവശ്യവും സമരത്തിലൂടെ നേടേണ്ടതില്ല. ഒരു ഉദാഹരണത്തിന് ഈ അടുത്ത് സാമ്പത്തിക സംവരണം എന്ന പേരിൽ സവർണ സംവരണം നടപ്പിലാക്കി. ആരും സമരം ചെയ്തിട്ടില്ല, ആരും നിവേദനം കൊടുത്തിട്ടില്ല. കേരള ഗവൺമെൻറ് ഉൾപ്പെടെ അത് ആരംഭിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. ഒരു നിവേദനമോ ഒരു സമരമോ ഒരു പ്രക്ഷോഭമോ ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. പക്ഷേ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര വർഷങ്ങളായി പലരും സമരം നടത്തുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക എന്ന രാഷ്ട്രീയമാണ് വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ അസ്വസ്ഥരാകുന്ന പലരും ഞങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിനെയും പ്രത്യയശാസ്ത്ര നിലപാടിനെയും ഉപജീവിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും രാഷ്ട്രീയം തന്നെയാണ് കമ്മ്യൂണിസവും പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതിന് പകരം നിങ്ങളുടേതായ ഒരു ലൈൻ അവിടെ രൂപപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസം അതിൽ നിന്നൊക്കെ അകന്നു മാറിപ്പോവുകയാണോ? ഇപ്പോൾ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തന്നെയും വിയോജിപ്പുണ്ട്, ചർച്ചയാകേണ്ട വിഷയങ്ങളുണ്ട് എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യയിലെ കേരളത്തിലെ മണ്ണിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമഗ്ര ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പെടുക്കാൻ കഴിയാതെ പോകുക? ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മ വിശകലനം നടക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിലെ അന്യാധീനപ്പെട്ട ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ അതിനുവേണ്ടി നടത്തിയിരുന്നു. രാജമാണിക്യം IAS ആ ഓഫീസറെയാണ് നിശ്ചയിച്ചത്. അദ്ദേഹം സൂക്ഷ്മമായി പഠനം നടത്തിയിട്ട് പറഞ്ഞു, കേരളത്തിൻ്റെ 5.5 ലക്ഷം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട് കുത്തകകളുടെ കയ്യിലുണ്ട്. ഇത് തിരിച്ചു പിടിക്കാനുള്ള എന്ത് ഇടപെടലാണ് ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം ഏറ്റവും ഒടുവിൽ CPM ഭരിക്കുകയാണല്ലോ അവർ നടത്തിയത്. സഖാവ് VS ചില നിലപാടുകൾ എടുത്തിരുന്നു, ചില മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ പേരിൽ പാർട്ടിക്കകത്തും സർക്കാരിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ എന്തെല്ലാം വിമർശനങ്ങളാണ് അദ്ദേഹം കേൾക്കേണ്ടി വന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യർ ഉന്നയിച്ച വിഷയം തന്നെ ഈ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നതായിരിക്കും. ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ബാക്കി പത്രമാണ് കേരളത്തിലെ കോളനികൾ. 56,000-ഓളം കോളനികളുണ്ട്. ദളിത് കോളനികൾ, ആദിവാസി കോളനികൾ, ലക്ഷം വീട് കോളനികൾ, 3 സെൻറ്റ് ഭൂമി, 3/4 സെൻറ്റ് ഭൂമി
ഇതൊക്കെയാണ് അവർക്കുള്ളത്. ഇത്തരം വിഷയങ്ങളെ ഉന്നയിക്കുക എന്നിടത്ത് നിന്ന് ഇത് പരിഹരിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തേണ്ട ഗവൺമെൻറ്റായി മാറിയാൽ ഇടതുപക്ഷങ്ങൾ CPM അതിനുവേണ്ടിയുള്ള കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിലെ ദളിത് ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ സൂക്ഷ്മമായ ഇടപെടൽ നടത്താൻ CPMന് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ സംവരണാവകാശം റദ്ദു ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പല സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതുകൊണ്ട് സൂക്ഷ്മമായി പറഞ്ഞാൽ കുറേ പഴയ പാരമ്പര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എൻ്റെ ഉപ്പാപ്പാർക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയൊന്നും പറഞ്ഞേണ്ട കാലമല്ല ഇത്. ഏതായിരുന്നാലും ഈ കാലത്ത് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവഗണിച്ചു തള്ളിയ വിഷയങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് കാരണം അവർ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥതയാകാം ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയെ വിമർശിക്കാൻ CPMന് പ്രേരണ നൽകുന്നത്. ഞങ്ങളെ പൈശാചികവൽക്കരിച്ച് മൂലക്കിരുത്തിയാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ. ഒരു ചെറിയ ഉദാഹരണത്തിന് KS നടപ്പിലാക്കാൻ CPM തീരുമാനിച്ചു, അഥവാ ഗവൺമെൻറ് തീരുമാനിച്ചു. KSൽ സംവരണമില്ലായിരുന്നു. ആരാണ് ആ വിഷയം ഉയർത്തിയത്? വെൽഫെയർ പാർട്ടിയാണ് ആ വിഷയം ഉയർത്തിയത്. വെൽഫെയർ പാർട്ടി ആ വിഷയമുയർത്തി സംവരണം ഉണ്ടാകേണ്ടതുണ്ട് എന്ന ശക്തമായ പോരാട്ടങ്ങൾ നടത്തി. ഒടുവിൽ അത് അംഗീകരിക്കപ്പെട്ടു. സാമ്പത്തിക സംവരണം, സവർണ സംവരണത്തെ ആ ഒരു വഴിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇടതുപക്ഷ ഗവൺമെൻറ്റല്ലേ ആദ്യം ഇന്ത്യയിൽ തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ആക്രമണങ്ങൾ ഇങ്ങനെ മതരാഷ്ട്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം, അതിന് പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് വെൽഫെയർ പാർട്ടിയുടെ ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ അമീറൊക്കെ ചേർന്നാണ് ഈ പാർട്ടി രൂപപ്പെടുത്തിയത് എന്നാണല്ലോ. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ ആശയത്തെ മുറുകെ പിടിക്കുന്ന വിഭാഗമാണ്. അപ്പോൾ നിങ്ങളും വെൽഫെയർ പാർട്ടിയും അതേ ആശയക്കാരാണ്. നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ ഒരു സമൂഹത്തിൽ ചർച്ചയാകാനും UDFനെ നിങ്ങൾ പിന്തുണക്കുമ്പോൾ അതിൽ മറ്റൊരു വിഭാഗം എതിരായി വരാനുമൊക്കെ ഒരു സാധ്യത, അത് ഒരു UDFലും അത്തരത്തിലുള്ളൊരു ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി എന്ന് വേണം കരുതാൻ. അവരോട് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഇവിടെ വരുന്ന ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ. അപ്പോഴൊക്കെ അവർ ഒരു തൊട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് നൽകുന്നതും. അവരും ആ കാര്യത്തിലൊരു ആശയക്കുഴപ്പത്തിലാണോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് 15 വർഷമാകാൻ പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലുടനീളമുള്ള ജനകീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും വിവിധ സമുദായ നേതാക്കന്മാരും അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളുമൊക്കെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചർച്ച ചെയ്തുണ്ടാക്കിയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ രൂപീകരണത്തിലും പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത് സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ 15 വർഷത്തെ പ്രവർത്തനാനുഭവം കേരളത്തിൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകമായി ഞങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ CPM ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വിമർശനങ്ങളുണ്ട്. തീവ്രവാദികളാണ്, മതരാഷ്ട്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വെൽഫെയർ സ്റ്റേറ്റ്, ഈ ക്ഷേമരാഷ്ട്രം എന്ന അടിസ്ഥാന ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് ഞങ്ങളുടെ ഏത് മുദ്രാവാക്യമാണ് ഈ വിഭാഗീയതയ്ക്ക് വഴിവെക്കുന്നത്? എന്ത് തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിന്നുണ്ടായത്? എന്തെങ്കിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വല്ല ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? സാമൂഹികമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ വലിയ മതനിരപേക്ഷതയുടെ ആൾരൂപങ്ങളാണ് എന്ന് പറയുന്ന CPM ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അതേ അളവിൽ നേരിടാൻ കഴിയാത്തതുകൊണ്ട് മറ്റു വഴികളിലൂടെ അതിൻ്റെ അടിവേരറുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ CPMഉം ജമാഅത്തെ ഇസ്ലാമിയും മുമ്പ് വലിയ സൗഹൃദത്തിലൊക്കെ ആയിരുന്നല്ലോ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം ഞങ്ങളും CPMഉം വലിയ സഹകരണത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങളും അവരും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPMഉമായി ചേർന്നാണ് പ്രവർത്തിച്ചത്. ആ ഘട്ടത്തിലില്ലാത്ത ഒരു കുഴപ്പം എന്താണ് ഞങ്ങളുടെ മേൽ ഉണ്ടായി വരുന്നത് എന്ന് അവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അതിൻ്റെ ഒരു കാരണമായി ഞങ്ങൾ വിലയിരുത്തുന്നത് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു.
ഞങ്ങളുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയം ഭരണകൂടമായി മാറിയ ഘട്ടത്തിൽ വലിയ പ്രതിരോധമുണ്ടാകണം, എല്ലാവരും ഒത്തൊരുമിച്ച് അതിനെ നേരിടണം. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ കോൺഗ്രസിനെ പിന്തുണക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ അതിൻ്റെ ഭാഗമായി UDF ഞങ്ങൾ പിന്തുണച്ചു. അന്ന് മുതലാണ് CPM ഞങ്ങളെ അതിരൂക്ഷമായ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും അത് ശക്തിയായി. ഞങ്ങളന്ന് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി എന്ന സ്വഭാവത്തിൽ ശക്തമായൊരു ചുവടുവെപ്പുണ്ടായി. പോരായ്മകളുണ്ടെങ്കിലും അതൊരു വലിയ മുന്നേറ്റമായി മാറി. CPM അതിൻ്റെ ഭാഗമാണ്, കേരളത്തിനൊഴികെ. കേരളത്തിൽ CPM അതിനെതിരാണ്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായും കേരളത്തിൽ UDF പിന്തുണ കൊടുത്തു. ഞങ്ങളുടെ രാഷ്ട്രീയം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് UDF സംസാരിച്ചാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ CPM നേതാക്കൾ ഞങ്ങളോട് ചർച്ചയ്ക്ക് വേണ്ടി വന്നിരുന്നു. 3 സിറ്റിങ്ങുകൾ ഞാനുമായി തന്നെ നടത്തിയിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന അഖിലേന്ത്യാ CPM നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക. കേരളത്തിൻ്റെ CPM നിലപാട് അതിന് ഘടകവിരുദ്ധമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പിന്തുണക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ നിലപാട് അവരുടെ മുമ്പിൽ വ്യക്തമാക്കി. ഞങ്ങളുമായി അവർക്ക് ഉള്ള അകൽച്ചയുടെ അടിസ്ഥാന കാരണം ഞങ്ങൾ വോട്ട് UDF ചെയ്തു എന്നത് മാത്രമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അതിൻ്റെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കൂടി പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ ഉയർത്തിയ നരേഷനുകൾ കേരളം സ്വീകരിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മികച്ച വിജയം UDF ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. CPM ഈ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയെ അറ്റാക്ക് ചെയ്യാൻ പ്രയോജനപ്പെടുത്തുന്ന ചില ടൂളുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് BJP ഉയർത്തുന്ന ടൂളുകൾ തന്നെയാണ്. ഞങ്ങൾ നിലമ്പൂർ ഇലക്ഷന് ശേഷവും മുമ്പും ആ ഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് CPM BJPയുമാണ്. BJPയുടെ അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റിന് മലയാളത്തിൽ പറഞ്ഞത് പോരാഞ്ഞിട്ട് ഡൽഹിയിൽ പോയി ഹിന്ദിയിൽ പത്രസമ്മേളനം നടത്തി. എന്താണ് അതിൻ്റെ കാരണമെന്ന് പരിശോധിച്ച് നോക്കൂ. അവരുടെ യോഗത്തിൽ മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത്രേ, നമ്മൾ വികസനം എന്ന് പറഞ്ഞിട്ടൊന്നും വോട്ട് കിട്ടില്ല, ഇവിടെ വിദ്വേഷം കലക്കിയാൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ, അതിന് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പലതും ചർച്ചയാക്കണം. അത് ശക്തമായി ഏറ്റെടുത്തതിൻ്റെ പേരിലാകാം അദ്ദേഹം ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തുന്നു. ഞങ്ങളെ വിമർശിക്കുന്നത് ഇപ്പോൾ CPM BJPയും ഒരേ ലൈനിൽ നിന്നുകൊണ്ടാണ്. വളരെ അപകടകരമായൊരു ലൈനാണിത് എന്ന് CPM ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം BJP ഇത് പറയുന്നതിൽ നമുക്ക് അസ്വസ്ഥതയില്ല. കാരണം അവരുടെ രാഷ്ട്രീയം അതാണ്, അവരുയർത്തുന്ന പ്രത്യയശാസ്ത്രം അതാണ്, അവർക്കതേ പറയാൻ കഴിയുള്ളൂ. അതിനെതിരായ പ്രചരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ചുന്നയിക്കുന്ന വിഷയമാണ്. പക്ഷേ CPM ഇതേ സ്വഭാവത്തിൽ തന്നെ സംസാരിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ വിദ്വേഷ പ്രചരണങ്ങൾക്ക് 3 കേസുണ്ടായി. ഇത് CPM നേതാക്കളെക്കുറിച്ചാണ്. പാകിസ്ഥാൻ എന്ന വിഷയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തൽ ആരാണ്? BJPയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് പലപ്പോഴും ഉയർത്തിയിട്ടുണ്ട്. അതേ വിഷയം കേരളത്തിൽ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് മാപ്പ് പറയുകയൊക്കെ ചെയ്തത് നമ്മുടെ ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ്. എന്തിനാണ് ഈ സ്വഭാവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്തുന്നത്? CPM അതിൻ്റേതായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. വിദ്വേഷ പ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും അവസാനിപ്പിക്കണം. അതിന് നാട്ടക്കുറിയായിട്ട് വെൽഫെയർ പാർട്ടിയെ നിർത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ജനം പുച്ഛിച്ച് തള്ളുമെന്നത് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠം. ഞങ്ങൾക്ക് CPMനോടുള്ള വിയോജിപ്പ് അവർ സ്വീകരിക്കുന്ന ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും തിരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിനും വോട്ട് നേടാൻ വേണ്ടിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അപകടകരമായ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. CPMനോട് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് അതാണ്. ചരിത്രം മറന്നുകൊണ്ടുള്ള വിയോജിപ്പല്ല. അവർ ലൈൻ മാറ്റി ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെതിരായ പ്രക്ഷോഭവും സംസാരവും തന്നെയാണ് വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പിന് തൊട്ടുള്ള ദിവസത്തിലാണല്ലോ RSSുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് CPMൻ്റെ നേതാവ് പറയുന്നത്. ആ ഇൻ്റർവ്യൂ നടത്തിയ ചാനൽ പ്രവർത്തകൻ പറഞ്ഞു, ഞങ്ങൾ അത് പിൻവലിക്കട്ടെ, ഇത് അപകടകരമാവില്ല. എന്ത് അപകടം? പറഞ്ഞോളൂ, സത്യമായി പറയണ്ടേ എന്ന് പറയുകയാണ്. എന്ത് മെസ്സേജാണ് ഇതിലൂടെ കേരളത്തിന് നൽകുന്നത്? ഞങ്ങൾ പറയുന്നത് CPM സ്വീകരിക്കുന്ന ലൈൻ കേരളത്തിൽ അപകടകരമാണ്. എല്ലാ വിദ്വേഷ പ്രഭാഷകരെയും പ്രചാരകരെയും പൂവിട്ട് പൂജിക്കുന്നു.
ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ, പ്രചരണങ്ങൾ, പ്രസംഗങ്ങൾ, അതിനെ പൂവിട്ട് പൂജിക്കാൻ മന്ത്രിമാർ പോകുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പോകുന്നു. കേരള നവോത്ഥാന സമിതിയുടെ ലീഡറായി അദ്ദേഹത്തെ ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നു. എന്ത് മെസ്സേജാണ് CPM ഇതിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ പറയുന്നത്, കേരളം എപ്പോഴും നമ്മൾ പറയാറുണ്ട് സംഘപരിവാറിനെ സ്വീകരിക്കാത്ത സംസ്ഥാനമാണ്, രാഷ്ട്രീയമായി BJPക്ക് മണ്ണൊരുക്കാത്ത സംസ്ഥാനമാണ് എന്ന്. അത് മണ്ണൊരുക്കുന്ന പണിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP വളർന്നു വന്ന വഴി പരിശോധിച്ച് നോക്കിയാൽ ഈ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളെ നാട്ടക്കുറിയാക്കി നിർത്തി വെൽഫെയർ പാർട്ടിയെ അറ്റാക്ക് ചെയ്യുക എന്ന വ്യാജേന വിദ്വേഷ പ്രചരണം നടത്തിയാൽ അത് കേരള ജനത സ്വീകരിക്കുകയില്ല എന്ന അവസാന മുന്നറിയിപ്പാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നത്. പാഠം പഠിക്കണം എന്നാണ് ഞങ്ങൾക്ക് CPMനോട് പ്രത്യേകമായി നിർദ്ദേശിക്കാനുള്ളത്. CPMുമായി പ്രത്യേകമായ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിദ്വേഷമില്ല? ഞങ്ങൾക്ക് CPMൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോടാണ് വിദ്വേഷം. അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് അവരോട് വിയോജിപ്പില്ല. ഞങ്ങളും അവരും രണ്ട് രാഷ്ട്രീയമാണ് ഉയർത്തുന്നത്. അവർ ഉയർത്തുന്ന രാഷ്ട്രീയവും ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകളുടെ കമ്മ്യൂണിസ്റ്റ് ലൈൻ, കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന ഒരു ലൈനിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലാളി വർഗ സർവാധിപത്യവും മറ്റുമൊക്കെ അവരുടെ നിലപാടിൻ്റെ ഭാഗമാണ്. അതിനു വേണ്ടിയുള്ള ഒരു നിലപാട് അവർക്കുണ്ട്. പക്ഷേ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനാധിപത്യത്തിൽ ഇടപെടുന്നതിൽ അവർക്ക് അവരുടേതായ ലൈനുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലൈനുണ്ട്. ഞങ്ങൾ ക്ഷേമരാഷ്ട്രം എന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു, അവർ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നു. അതിൽ വിയോജിപ്പുകളും മറ്റും പലതുണ്ട്. അതേസമയം ഇപ്പോൾ അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടിക്ക് CPMനോടുള്ള വിയോജിപ്പ് RSS സംസാരിക്കുന്നത് പോലെ അവർ സംസാരിക്കുന്നു. അത് താൽക്കാലികമായ ലാഭത്തിനു വേണ്ടിയാണെങ്കിലും അപകടകരമായ സ്വഭാവത്തിൽ കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നു. അത് അവരുടെ പ്രവർത്തകർക്കിടയിലുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ A ആരിഫ്, ബഹുമാന്യനായ മുൻ MP, ആലപ്പുഴയിൽ മത്സരിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ അല്ലായിരുന്നു UDF സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ BJP വിജയിക്കുമായിരുന്നു എന്ന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം LDF ജയിക്കുന്ന മണ്ഡലമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ കൊഴിഞ്ഞുപോക്കുണ്ടാകുകയാണ്. അഥവാ മൃദു ഹിന്ദുത്വവും മൃദു RSS ലൈനും ഏതെങ്കിലും പാർട്ടി സ്വീകരിച്ചാൽ അതിൻ്റെ അടിസ്ഥാന ദുരന്തം അവർക്ക് തന്നെയാണ് സംഭവിക്കുക. അവരിൽ നിന്ന് തീവ്ര ലൈനിലേക്ക് കൊഴിഞ്ഞു പോകുക എന്നതാണ് സംഭവിക്കുക. CPM ആത്മപരിശോധന നടത്തി തിരുത്തിയില്ലെങ്കിൽ ആ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ച് വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെയൊക്കെയുള്ള പ്രതിസന്ധിയിലേക്ക് CPM കേരളത്തിൽ പോകും. അങ്ങനെ പോകരുത് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ലൈൻ മാറ്റിയാൽ മാത്രമേ CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്കതിൽ പറയാനുള്ള കാര്യം. അപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF നിങ്ങളെ സമീപിച്ചാണോ ആദ്യത്തെ ചർച്ച നടന്നത്? നിങ്ങളെ സമീപിക്കുകയായിരുന്നു പിന്തുണ നൽകണം എന്നാവശ്യപ്പെട്ടിട്ട്? ഈ ചർച്ച വരുമ്പോൾ എല്ലാ മീഡിയ പ്രവർത്തകരും പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കളും ചോദിക്കുന്നത്. ചർച്ച നടന്നിരുന്നോ, ഇങ്ങോട്ട് വന്നോ അങ്ങോട്ട് വന്നോ എന്നൊക്കെയുള്ള ചർച്ചകൾ. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വിവിധ ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട്, ഇനിയും ചർച്ചകൾ നടത്തണം, ജനാധിപത്യത്തിൽ നടത്തും. CPMും ആവശ്യപ്പെട്ടിരുന്നോ പിന്തുണ? ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഞങ്ങളുമായി അവർ ചർച്ച നടത്തിയിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഘട്ടത്തിൽ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഞാനുമായി പേഴ്സണലി തന്നെ വലിയ ബന്ധം ഉള്ള CPM ലീഡേഴ്സ് ഉണ്ട്. അവർ ഞങ്ങളുമായി തന്നെ പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചിരുന്നു, ഈ വിമർശനങ്ങൾ അപകടകരമാവൂലേ എന്ന് ചോദിച്ച ഘട്ടത്തിൽ പോലും അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് ഗുണം ഉണ്ടാകുക. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ആ ഗുണം എന്ന് പറയുന്നതിൻ്റെ അപകടമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നത്. UDFന് ഞങ്ങൾ അങ്ങോട്ട് പിന്തുണ കൊടുത്തതാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ഇന്നതാണ് എന്ന് മുമ്പിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയം ഇന്ന വിഷയങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ UDFന് പിന്തുണ കൊടുക്കുകയാണ്. അത് UDF ലീഡേഴ്സുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, UDFൻ്റെ കാൻഡിഡേറ്റുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച ശേഷം തന്നെയാണ് അവർക്ക് പിന്തുണ കൊടുത്തത്. അതൊരു മോശകാര്യമാണ് എന്ന് വിലയിരുത്തേണ്ടതുമില്ല. ആ വിഷയങ്ങൾ പ്രത്യേകിച്ചും നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ വിഷയം പരിശോധിച്ചാൽ PV അൻവർ LDFൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം
UDF നിന്ന് പിടിച്ചെടുത്ത സീറ്റ് ദീർഘമായി ഉണ്ടായിരുന്ന ശ്രീ ആര്യാടനിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് LDFൻ്റെ MLA ആയ ആളാണ് PV അൻവർ. 9 വർഷക്കാലം അദ്ദേഹമായിരുന്നു MLA. അദ്ദേഹം ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട്, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടുണ്ടായ തെരഞ്ഞെടുപ്പാണ്. ഒന്ന്, കേരള പോലീസിലെ സംഘപരിവാർവൽക്കരണം. RSS കേരള പോലീസിനെ നിയന്ത്രിക്കുകയാണ് എന്ന് കേരളത്തിലെ LDFൻ്റെ MLA തന്നെ പ്രഖ്യാപിച്ചു. മുസ്ലിം വിരുദ്ധമായ ലൈനിൽ കേരള പോലീസ് പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. മലപ്പുറത്തിനെതിരായ നീക്കങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇതേ ലൈനിൽ നിന്ന് തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ സുനിൽകുമാർ മുൻ മന്ത്രി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ബിനോയ് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ADGPയുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളിൽ RSSനെ അല്ലെങ്കിൽ BJPയെ വിജയിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വരെ അവർ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയമാണ് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ചർച്ചയായത്. ഞങ്ങൾ കുറേ കാലമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണിത്. കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് AKG സെൻറ്ററിൽ നിന്നോ സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരോ തലങ്ങളിൽ നിന്നോ അല്ല, RSSൻ്റെ തലപ്പത്തുള്ള ആളുകളാണ് നിയന്ത്രിക്കുന്നത് എന്ന സ്വഭാവത്തിലുള്ള പല വിഷയങ്ങളും മുമ്പിലുള്ളതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ആ വിഷയം ഉന്നയിച്ച PV അൻവർ പുറത്തു വന്നപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ആ വിഷയം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അഥവാ ആ രാഷ്ട്രീയം അഥവാ പിണറായിസമെന്ന് PV അൻവർ പറഞ്ഞ RSS പോലീസ് ബന്ധത്തെയും മലപ്പുറം വിരുദ്ധ രാഷ്ട്രീയത്തെയും പരാജയപ്പെടുത്തണമെങ്കിൽ UDFന് പിന്തുണക്കണം. ആ പിന്തുണ അവരോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും ഘട്ടത്തിൽ UDF ഒന്ന് പകച്ചു പോയിരുന്നോ നിങ്ങളുടെ ഒരു പിന്തുണ നൽകുമ്പോൾ? നിങ്ങളെങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കരുത് എന്നെങ്കിലും അവർ ആവശ്യപ്പെട്ടിരുന്നോ? അല്ല, ഇത് വെൽഫെയർ പാർട്ടിയുടെ ഇടപെടൽ പരിശോധിച്ചാൽ നമുക്ക് പലപ്പോഴും ഇത് ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് കാണാൻ കഴിയും. 2019 ഞങ്ങൾ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. പാർലമെൻറ്റ് ഇലക്ഷൻ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളുടെ ആസ്ഥാനങ്ങളിലും പ്രകടനവും പൊതുസമ്മേളനവും നടത്തി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ പ്രഖ്യാപിച്ചത്. പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അത് ജനങ്ങളോട് വിശദീകരിച്ചിരുന്നു. സ്ക്വാഡ് വർക്കുകൾ നടത്തിയിരുന്നു, ലഘുലേഖകൾ ഇറക്കിയിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും UDF എന്തുകൊണ്ടാണ് ആർജവത്തോടുകൂടി പറയാത്തത്? ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്, ഞങ്ങളത് സ്വീകരിക്കും എന്ന് ഒരു ഉറച്ച ശബ്ദത്തിൽ നമ്മളത് കേൾക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? UDFൻ്റെ ലീഡർ, പ്രതിപക്ഷ നേതാവ് വളരെ ഉറച്ച ശബ്ദത്തിലല്ലേ പല ചാനലുകളോടും സംസാരിച്ചത്? ജോണി ലൂക്കോസിനോടൊക്കെയുള്ള സംസാരത്തിൽ നിങ്ങൾക്കത് മനസ്സിലായതല്ലേ? കൃത്യമായ ലൈനിൽ ഞങ്ങളെ സ്വീകരിച്ചും സംസാരിച്ചാണ് അവർ മുന്നോട്ട് പോയത്. അത് ഒരു വസ്തുതയാണ്. പിന്നെ പല രീതിയിൽ ഒരു പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി CPM ശ്രമിക്കുന്നു. അതിൻ്റെ മുമ്പിൽ പലരും പകച്ചു പോകുന്നുണ്ട്. ആ പൊതുബോധ നിർമ്മിതിയിൽ ചില ചാനലുകൾ വരെ പെട്ടുപോകുന്നുണ്ട്. ചില പ്രമുഖരായ മീഡിയ പ്രവർത്തകർ നയിക്കുന്ന ചാനലുകളും ചർച്ചയിലുമൊക്കെ ഇതിങ്ങനെ പറയുകയാണല്ലോ. അതിൽ ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇന്ത്യയിലൊരു പൊതുബോധ നിർമ്മിതി RSS നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം അപരനെ സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു പൊതുബോധ നിർമ്മിതിയാണ്. അതിലൂടെയാണ് അവരവരുടെ രാഷ്ട്രീയം വളർത്തുന്നത്. അങ്ങനെ ഒരു ശത്രുവിനെ നിർത്തി അതിൽ അടിച്ച് മുന്നേറുക എന്നത് BJPയുടെ തന്ത്രമാണ്. അങ്ങനെ ഒരു ലൈൻ CPM സ്വീകരിക്കുമ്പോൾ ആ CPMൻ്റെ ലൈനിൻ്റെ മേൽക്കൈയിൽ പലരും പെട്ടുപോകുന്നുണ്ട്. കേരളത്തിലെ ചാനലുകൾ അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഇത് സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടതാണ്. ചില സാംസ്കാരിക പ്രവർത്തകർ, ചില മീഡിയ പ്രവർത്തകർ എല്ലാം അതിൽ പെട്ടുപോകുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു രീതിയിലല്ലല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ CPM സമീപിക്കേണ്ടത്. ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച വിഷയം, ആ ഉന്നയിച്ച വിഷയങ്ങളിൽ ഞങ്ങളങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് എല്ലാ ദിവസവും രാവിലെ സംസാരിക്കുക, അതല്ലേ ഗോവിന്ദ മാഷ് ഉൾപ്പെടെ ചെയ്തത്. ആ രീതി അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയാനുള്ളത്. അതൊന്നും കേരളത്തിലെ ജനത സ്വീകരിക്കില്ല. പത്രപ്രവർത്തകർ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു, ഇത് ഭാരമാകൂലേ, തിരിച്ചടിയാകൂലേ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, മലപ്പുറം ജില്ലക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നിലമ്പൂരിലെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇത് മികച്ച മുന്നേറ്റമായിരിക്കും ഉണ്ടാക്കുക. അത് പറഞ്ഞത് അച്ചട്ടായി പുലരുന്ന സ്വഭാവത്തിലല്ലേ റിസൾട്ട് വന്നത്. എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി. രാവിലെ എഴുന്നേറ്റാൽ പത്രസമ്മേളനം, ഇത് പ്രഭാഷണങ്ങൾ, ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി, CPMൻ്റെ ബുദ്ധിജീവിയും ഗ്രന്ഥകാരനുമായിരുന്നു സ്ഥാനാർത്ഥിയായ M. സ്വരാജ്. അദ്ദേഹം ഏതൊക്കെ രൂപത്തിൽ സംസാരിച്ചു.
RSSനോട് താരതമ്യപ്പെടുത്തിയില്ലേ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ മതസംഘടനയെയോ RSSനോട് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച് അതിലേക്കുള്ള ചുവടുവയ്പ് തുടങ്ങിയ വലിയ അപകടകരമായൊരു പ്രസ്ഥാനമാണ്. ഗാന്ധിജിയെ കൊന്ന, ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത, ഒരുപാട് വർഗീയ ലഹളകൾ ഉണ്ടാക്കി ചോര കുടിച്ച, ആദിവാസികളും ദളിതുകളുമായ നിരവധി മനുഷ്യർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ കാഴ്ചപ്പാടും മനുസ്മൃതിയും അടിസ്ഥാനമായി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളാണ് RSS. അപ്പോൾ അതിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ല. CPM അതിൽ നിലപാട് വ്യക്തമാക്കണം. അങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ടോ? അങ്ങനെ കഴിയുമോ? അങ്ങനെയുള്ള ഒരു താരതമ്യം നടത്തിക്കൊണ്ട് എന്ത് മെസ്സേജാണ് CPM കേരളത്തിൽ കൊടുക്കുന്നത്? അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളെല്ലാം വലിയ അപകടമാണ്. കേരള രാഷ്ട്രീയത്തെ RSSൻ്റെ ആലയിൽ കൊണ്ടുകെട്ടാനുള്ള ഒരു ആശയ നിർമ്മിതിയാണ് സ്വരാജ് ഇത്തരം പ്രയോഗങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിലമ്പൂരിലെ ജനത തിരിച്ചറിഞ്ഞു. ആ പ്രചരണങ്ങൾക്കെല്ലാം കനത്ത തിരിച്ചടിയാണ് നിലമ്പൂരിലെ ജനത കൊടുത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ നിലമ്പൂരിലെ വോട്ട് നമുക്കൊന്ന് പരിശോധിച്ചാൽ ഒരു 11,000-ഓളം വോട്ടിനാണല്ലോ ആര്യൻ ഷൗക്കത്ത് ജയിച്ചത്. പക്ഷേ 20,000-ലധികം വോട്ട് അവിടെ 20,000-ഓളം വോട്ട് PV അൻവർ നേടിയിട്ടുണ്ട്. PV അൻവറിൻ്റെ വോട്ട് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ ഇടതുപക്ഷത്ത് തന്നെയാണ് ആ വോട്ടെങ്കിൽ സ്വാഭാവികമായും UDFന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് 1,000-ഓളം വോട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഒരു രാഷ്ട്രീയ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വെക്കുക, UDF അവിടെ ജയിക്കുമായിരുന്നു. ഈ നരേഷൻ LDFൻ്റെ കൺവീനർ പത്രക്കാരുടെ മുമ്പിൽ വെച്ചിരുന്നു. ഞാനത് കേട്ടിരുന്നു. അതിനെന്ത് മറുചോദ്യമാണ് ഉണ്ടായത് എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. ഉണ്ടായില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവർ ഉന്നയിച്ച വിഷയം എന്താണ്? CPMൻ്റെ എതിരായ ഒരു കാഴ്ചപ്പാടാണ് ഉയർത്തിയത്. കമ്മ്യൂണിസം എന്നതിന് പകരം പിണറായിസം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് പ്രചരണം നടത്തിയത്. ഭരണത്തിനെതിരെ മാത്രമല്ല, കുറെ കൂടി ആഴത്തിൽ CPMൽ സംഭവിച്ചിരിക്കുന്ന പുഴുക്കുത്തുകളെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾക്കാണ് PV അൻവർ നേതൃത്വം കൊടുത്തത്. അതെങ്ങനെയാണ് CPMന് അനുകൂലമായ വോട്ടാണെന്ന് പറയുക? അത് CPM എതിരായ വോട്ടാണ്. CPMന് എതിരായ വോട്ട് തന്നെയാണത്. PV അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലെങ്കിൽ അതുകൂടി UDFനായിരുന്നു കിട്ടുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ അൻവർ ശരിക്കും UDFനൊപ്പം വേണമായിരുന്നു എന്ന ഒരു അഭിപ്രായം ഉണ്ടോ? ഞങ്ങളതിൽ അഭിപ്രായം പറയുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞ അധ്യായമാണ്. ഇലക്ഷൻ വരാൻ പോവാ. അല്ല, അതിൽ UDF തീരുമാനിക്കേണ്ടതാണ്. പിന്നെ അത്തരം ചർച്ചകളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് അൻവറും UDF ഒക്കെ ചർച്ച നടത്തിയിട്ട് അവർ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാമൂഹ്യ സംഘടനകളെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മുന്നേറ്റം അനിവാര്യമായൊരു ഘട്ടമാണ് കേരളത്തിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് അതിൽ ഈ 11,000-ഓളം വോട്ടാണല്ലോ വിജയം. അതെ, സ്വാഭാവികമായും ഒരു 15,000-ലധികം വോട്ട് എന്തായാലും വെൽഫെയർ പാർട്ടിക്ക് അവിടെ കാണും. ആ ഒരു ചിന്തയിൽ നോക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി അവിടെ നിർണായകമായി എന്ന് വിലയിരുത്താൻ കഴിയും. ഞങ്ങളുടെ വോട്ട് വെച്ചുകൊണ്ട് അവിടെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് വർക്കും ചെയ്തിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുടുംബയോഗങ്ങൾ നടത്തിയിരുന്നു, സ്ക്വാഡ് വർക്കുകൾ നടത്തിയിരുന്നു, ലഘുലേഖകളുമായി ജനങ്ങളെ സമീപിച്ചിരുന്നു. ഒരു വലിയ നരേഷൻ ബിൽഡിങ്ങിൽ ഞങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതെല്ലാം ചേർന്നതാണ് UDFൻ്റെ വിജയം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. UDF ലീഡേഴ്സും മികച്ച വർക്കാണ് അവിടെ നടത്തിയത്. കേരളത്തിലെ മുഴുവൻ ലീഡേഴ്സും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ കണ്ണൂർ കോർപ്പറേഷൻ്റെ TO മോഹൻ സാറ്, ഞാനവിടെ ഒരു കുടുംബയോഗത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിരുന്നു. വളരെ മികച്ച വർക്ക് നടത്തി. ഒരുപക്ഷെ കേരളത്തിലെ UDF പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സാധാരണ നടക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ വലിയ വർക്ക് നടത്തി. ജനങ്ങൾക്കിടയിൽ വലിയ അർത്ഥത്തിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരി ജനങ്ങൾക്ക് രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ അത്യധികം മടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ് അവിടെ ഉണ്ടായത്. ആ റിസൾട്ടാണ് പിന്നെ PV അൻവറിൻ്റെ വോട്ടും UDFന് കിട്ടിയ വോട്ടും. ഞങ്ങൾ പറയുന്ന ഒരു നരേഷൻ പിന്നെ LDF കൺവീനർ ബഹുമാനിയായ TP രാമകൃഷ്ണൻ പറഞ്ഞ നരേഷനല്ല. അവിടെ കിട്ടിയ വോട്ട് ഭരണവിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് UDF പ്ലസ് PV അൻവർ വോട്ടാണ്. ഈ രണ്ട് വോട്ടിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വിശകലനത്തിനാണ് CPM തയ്യാറാകേണ്ടത്. മറ്റത് അങ്ങനെ അല്ലാത്ത ഒരു വിശകലനം പ്രബുദ്ധരായ മീഡിയ പ്രവർത്തകർക്ക് മുമ്പിൽ നടത്താൻ കഴിയുക എന്നത് തന്നെ
ഒരു അപാരമായ തൊലിക്കെട്ടിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങളുടെ ലൈൻ UDF പിന്തുണക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും UDF തന്നെയായിരിക്കുമോ പിന്തുണ? ഇതിൽ ഞങ്ങൾ UDF പിന്തുണ കൊടുത്തത് ഒന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിക്കാത്ത ഉപതെരഞ്ഞെടുപ്പുകളിലുമാണ്. അതിന് കൃത്യമായ രാഷ്ട്രീയ ലൈൻ രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരം പിന്തുണ കൊടുത്തത്. ഉദാഹരണമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തു. അതിൻ്റെ കാരണം അവിടെ സെക്കൻഡ് പൊസിഷനുള്ളത് BJP ആയിരുന്നു. ഒരിക്കലും BJP വിജയിക്കാൻ പാടില്ല എന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ പിന്തുണ കൊടുത്തത്. നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ കാര്യം ഞാനിവിടെ വിശദീകരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി 100-ലധികം ദിവസങ്ങളാണുള്ളത്. ഒരു വലിയ തീവ്രയത്ന പരിപാടി ആവിഷ്കരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചില സന്ദർശനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങൾ കണ്ണൂരിലെത്തിയത്. പിന്നെ അതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2015 വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിൽ ഞങ്ങൾ LDF സഹകരിച്ച് മത്സരിച്ചിരുന്നു കേരളത്തിൽ പലയിടങ്ങളിലും. അന്നും ഞങ്ങൾ UDF സഹകരിച്ച് മത്സരിച്ചിരുന്നു. നമ്മൾ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അന്ന് 2015 2 സീറ്റ് വിജയിച്ചത് UDF സഹകരിച്ചിട്ടാണ്. പ്രാദേശികമായ സഖ്യങ്ങൾ പലയിടങ്ങളിലും ഇങ്ങനെ രൂപപ്പെട്ടു വരും. അത് ജനകീയ മുന്നണികൾ എന്ന സ്വഭാവത്തിലുണ്ടാകും. ചിലയിടങ്ങളിലൊക്കെ CPM CPI വേറിട്ട് മത്സരിക്കാറുണ്ട്. അത്തരം അനുഭവങ്ങളൊക്കെ പഞ്ചായത്ത് ഇലക്ഷനിലുണ്ട്. അത്തരം ആ ലൈന് തന്നെയാണ് നമ്മൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തുടരുക. അതിന് പ്രാദേശികമായ സഖ്യങ്ങൾ രൂപപ്പെടുത്താനുള്ള LDF അല്ലെങ്കിൽ CPM ഒരു തൊട്ടുകൂടായ്മയൊന്നും ഇല്ല. അങ്ങനെ ഒരിക്കലും ഇല്ല. ഞങ്ങൾ LDF ചേർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘട്ടത്തിൽ UDF ഉണ്ടായ ധാരണയാണ് തലശ്ശേരിയിലെ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ധാരണ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2019 UDF ഉണ്ടായ ധാരണയുടെ വലിയ കൂളിളക്കവും CPM സൃഷ്ടിച്ച പ്രതിസന്ധികളുടെയൊക്കെ മുമ്പിലും ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നു. 65 ഇടങ്ങളിൽ നമ്മളങ്ങനെ ജയിച്ചു. ആ ഘട്ടത്തിലും ചിലയിടങ്ങളിൽ ഞങ്ങൾ പ്രാദേശിക ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, LDF ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശികമായ ഒരു ധാരണകൾ എന്നതാണ് നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. അത് തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് എന്ന സ്വഭാവത്തിൽ ഈ ഘട്ടത്തിലും ഉണ്ടാകും. അതേത് മുന്നണികളോടും ഉണ്ടാക്കും. BJP ഒഴികെ ആരുമായും തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിന് വെൽഫെയർ പാർട്ടി എതിരല്ല. ഞങ്ങളുടെ രാഷ്ട്രീയവും അതിനെതിരല്ല. ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത്തരം ലൈനായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക. സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ UDF ഒരു ഘടകകക്ഷിയാക്കണം വെൽഫെയർ പാർട്ടിയെ, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് അംഗമെങ്കിലും ആക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ? അങ്ങനെ ഒരു ചർച്ച നിങ്ങളിൽ നടക്കുന്നുണ്ടോ? നമ്മൾ UDF ഒരു അംഗമായാൽ കൊള്ളാം എന്നുള്ള ചർച്ചകൾ. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചത്. ഞങ്ങളുടെ രാഷ്ട്രീയം ഇവിടെയുള്ള മറ്റ് മുന്നണി രാഷ്ട്രീയവും പാർട്ടികളും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ശാക്തീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടുള്ള വർക്കാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിൽ നീക്കുപോക്കുകളും വിജയത്തിന് അനുകൂലം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരണങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലൈനുകളാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഒരു ഘടകകക്ഷിയാകുക, മുന്നണികളുടെ ഘടകകക്ഷിയാകുക എന്നതിലേക്ക് ഇപ്പോൾ ഞങ്ങളുടെ ചർച്ച പോയിട്ടില്ല. അതേസമയം മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതില്ല എന്ന നിലപാട് ഞങ്ങൾക്കില്ല. രാഷ്ട്രീയത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. നിലവിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും ആശയങ്ങളും അടിയറ വെക്കാതെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്ന ലൈൻ വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അത് സ്വീകരിക്കും. അതേസമയം UDF മുമ്പിൽ ഒരു ഘടകകക്ഷിയാക്കണം എന്നൊരാവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അത്തരം ആവശ്യം ഉന്നയിക്കേണ്ട ഘട്ടം വന്നാൽ ആദ്യം ഞങ്ങൾ കേരളത്തിലെ മീഡിയ പ്രവർത്തകരോടാണ് പറയുക. ഞങ്ങൾക്ക് മീഡിയ പ്രവർത്തകർ ചാർത്തി തന്നൊരു പദവിയുണ്ട്, അസോസിയേറ്റ് അംഗത്വം എന്നത്. വലിയ പ്രമുഖരായ കേരളത്തിലെ ചില മീഡിയ സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങൾക്ക് ചാർത്തി തന്നത്. അവരോട് തന്നെ ഞാൻ ആ വിഷയം സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ അവരുടേതായ ചില താല്പര്യങ്ങൾക്കോ ഇടതുപക്ഷം സൃഷ്ടിക്കുന്ന CPM സൃഷ്ടിക്കുന്ന ചില നരേഷനുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആകാം അങ്ങനെ പറയുന്നത്. ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല,
അങ്ങനെ പറഞ്ഞുകൊണ്ട് UDF-നെ അറ്റാക്ക് ചെയ്യുക, വേറെ ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തുക, അതുവഴി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ബോധപൂർവമായി ആലോചിക്കുക. അങ്ങനെയൊന്നും അല്ല കേരളത്തിലെ രാഷ്ട്രീയമെന്ന് ഇനിയെങ്കിലും CPM തിരിച്ചറിയണം. ഏതായിരുന്നാലും ഘടകകക്ഷിയാകുക എന്ന ഒരു ലൈനിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല. അതേസമയം മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തേണ്ടതില്ല എന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. UDF-ലൊരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണോ നിങ്ങൾ അത്തരമൊരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കാത്തത്? അതല്ലല്ലോ, ഞങ്ങളുടെ ആവശ്യമല്ലേ ഞങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. ഞങ്ങൾ അത്തരമൊരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ്. എടുക്കാത്ത ഒരു തീരുമാനം സാങ്കല്പികമായി UDF-ന് അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് പറയുന്നതിലും അർത്ഥമൊന്നുമില്ലല്ലോ. എപ്പോഴും കേരളത്തിൽ ഉയർന്നു വരുന്നൊരു ചർച്ചയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു മുന്നണിക്ക് വോട്ട് ചെയ്താൽ അതൊരു പ്രതിസന്ധിയാകുമെന്നത്. പ്രത്യേകിച്ചും അത് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ധ്രുവീകരണ ലൈനാണ്. CPM അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പറയലിൻ്റെ ഒരു ലക്ഷ്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSSൻ്റെ ലൈൻ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ആർക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചാലും അവർക്ക് യാതൊരു പ്രതിസന്ധിയും അതില്ല, അതുകൊണ്ടുണ്ടാകില്ല. CPM ഞങ്ങളെ വിമർശിക്കുന്നത് പോലും ഞങ്ങളുടെ വോട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മറ്റൊരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തിയാൽ എല്ലാ വിമർശനവും അവസാനിപ്പിക്കും അവർ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവർ ഞങ്ങളോട് അത്തരം കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അത്തരം നിലപാടുകൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ CPM-ന് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അത് നമുക്ക് കൃത്യമായ ബോധ്യമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ പ്രതിപക്ഷമായിരുന്ന നിരവധി MP-മാരുണ്ടായിരുന്നു, 43-ലധികം MP-മാരുണ്ടായിരുന്ന ഒരു ഘട്ടം CPM-നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിങ്ങനെ തകർന്ന് തരിപ്പിടമായി പോയത്? CPM ആലോചിക്കണം. ഇപ്പോഴുള്ള MP-മാരിൽ കേരളത്തിലെ ഒരു MP ഒഴികെ ബാക്കിയെല്ലാം 3 പേരും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പിന്തുണയിലാണ്. ഞങ്ങൾ തന്നെ അവർക്ക് പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ, രാജസ്ഥാനിൽ, പലയിടങ്ങളിലും ഞങ്ങൾ തന്നെ CPM-നെ വിജയിപ്പിക്കാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലൊക്കെ ഞങ്ങളവരും വലിയ സൗഹൃദമുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായി CPM അവരുടെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യണം. ഇന്ത്യയിലെ CPM ഇങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ CPM ഒരു വിശകലനത്തിന് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത് ആർക്കും ഭാരമാകില്ല. അങ്ങനെ ഭാരമാകേണ്ട ഒരു ബാക്ക് ഫയൽ വെൽഫെയർ പാർട്ടിക്കില്ല. എന്തായാലും ദേശീയ രാഷ്ട്രീയ സാഹചര്യമല്ലല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയാവുക. സംസ്ഥാനത്ത് LDF ഭരിക്കുന്നതാണോ UDF ഭരിക്കുന്നതാണോ കൂടുതൽ നല്ലത്? ഈ കഴിഞ്ഞ 9 വർഷത്തെ LDF-ൻ്റെ ഭരണം അപകടകരമായ ചില പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. CPM പ്രവർത്തകർക്ക് പോലും ആ വിഷയത്തിൽ സംശയമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ LDF ഭരിക്കുന്നതാണോ UDF ഭരിക്കുന്നതാണോ നല്ലത് എന്ന വിശകലനത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും കേരളത്തിലൊരു ഭരണമാറ്റം അനിവാര്യമാണ്. കാരണം അത്രമേൽ ജനം സഹിച്ചിരിക്കുന്നു. ഓരോ രംഗത്തും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത്യധികം പ്രയാസകരമായ രൂപത്തിൽ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ഒന്ന്, ഭരണ മേഖലയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, കേരളത്തിൻ്റെ വളർന്നു വരുന്ന വിഭാഗീയ വിദ്വേഷ രാഷ്ട്രീയം പല അളവിൽ ഗവൺമെൻറ് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത്തരം പ്രചരണങ്ങൾ അപകടകരമായ സ്വഭാവത്തിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എവിടെ എത്തും എന്ന് ഗൗരവത്തിൽ കാണേണ്ട ഒരു ഘട്ടമാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-ന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പല കാൻഡിഡേറ്റുകളെയും നിർത്തി ഞങ്ങൾ രാഷ്ട്രീയം ഉന്നയിച്ചുകൊണ്ട് മത്സരിച്ചിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ലൈനാണ് സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ മത്സരിക്കുക എന്നതാണ് ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ സ്വീകരിച്ച ലൈൻ. അത് തന്നെ തുടരണമോ എന്നതും ഞങ്ങൾ ആലോചിക്കും. ഏതായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് മുമ്പിലുള്ളത്. അതിനുവേണ്ടിയുള്ള വർക്ക് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഞങ്ങളുമായി സഹകരിക്കുന്ന ഭരണമാറ്റം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും UDF-ന് പിന്തുണ നൽകേണ്ടി വരും. UDF-ന് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്ക് മത്സരിക്കാൻ
എത്ര സീറ്റുകൾ ആവശ്യപ്പെടും? ഞങ്ങളതിന് UDF ഘടകകക്ഷിയാകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഘടകകക്ഷിയോ പിന്നെ അസോസിയേറ്റ് കക്ഷിയോ സഹകരിക്കുന്ന കക്ഷിയോ ഒക്കെ ആകുമ്പോഴാണല്ലോ ഇത്ര സീറ്റ് എന്ന സ്വഭാവത്തിൽ ഒരു ബാർഗെയിനിങ് പൊളിറ്റിക്സിലേക്ക് പോകേണ്ടത്. ഞങ്ങൾ അത്തരം ഒരു ലൈൻ സ്വീകരിച്ചിട്ടില്ല. 140 മണ്ഡലങ്ങളിലും ഏകപക്ഷീയമായ ഒരു പിന്തുണ UDF നൽകും എന്ന് പറയാൻ കഴിയും. ആ വിഷയം ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സൂക്ഷ്മ വിശകലനം നടത്തിയായിരിക്കും വെൽഫെയർ പാർട്ടി. പോട്ടെ, നിങ്ങൾക്ക് ഒരു നിയമസഭാ മണ്ഡലം നൽകുന്നതിന് ചിലപ്പോൾ UDF വലിയ പ്രയാസം ഉണ്ടായേക്കാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇത്ര സീറ്റ്, നിങ്ങൾക്ക് കോർപ്പറേഷനിൽ ഇത്ര സീറ്റ് എന്നത് ഒരു ഇത്തവണത്തെ ഒരു മാർഗമായി വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ എന്നുള്ള ലൈൻ സ്വീകരിക്കാൻ പറ്റും? അല്ല, കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ ലൈനിൽ തന്നെയാണ് എല്ലാവരും കാണാറ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ലൈൻ വോട്ടർമാർക്കിടയിൽ വരെ വ്യത്യസ്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ലൈൻ കൃത്യമാണ്. ഞങ്ങളതിൽ സ്വീകരിക്കുന്ന ലൈൻ പ്രാദേശികമായ സഹകരണം BJP അല്ലാത്ത ആരുമായും ഉണ്ടാകാം. അതിൽ രണ്ടാമത്തെ 2020 തെരഞ്ഞെടുപ്പിൽ UDF-മായി ഞങ്ങൾ പലയിടങ്ങളിലും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. 2015 LDF-മായി ചേർന്ന് മത്സരിച്ചതുപോലെ തന്നെ അത്തരം ധാരണകൾ പ്രാദേശികമായി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ സ്വന്തമായി മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, മുന്നണികളായി മത്സരിച്ചിട്ടുണ്ട്. ചില ജനകീയ മുന്നണി, V4 പട്ടാമ്പി എന്നൊക്കെ പറയുന്ന പേരിലുള്ള ചില മുന്നണികളിൽ മത്സരിച്ചിട്ടുണ്ട്. പ്രാദേശികമായി പല സഖ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള വർക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനിൽ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്ന മുന്നണികളുമായി ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൈകോർത്ത് മുന്നോട്ട് പോകും. ഈ 1.5 പതിറ്റാണ്ട് നീണ്ട വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം അത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തുന്നുണ്ടോ? ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനിൽ നിന്നുകൊണ്ടുള്ള മുന്നേറ്റം കേരളത്തിലെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പല രൂപത്തിലുള്ള അലോസരപ്പെടുത്തലുകളും ഉണ്ടാകാം. കാരണം ഞങ്ങളൊരു പൊളിറ്റിക്സ് ഉന്നയിക്കുക, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൂമിയുടെ രാഷ്ട്രീയം പുതുതായി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. സമഗ്ര ഭൂപരിഷ്കരണം. കേരളത്തിലെ ഭൂപരിഷ്കരണം സമഗ്രമായിട്ടില്ല. അതൊരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ആർക്ക് ഭൂമി ലഭിച്ചു, എത്ര ഭൂമി ലഭിച്ചു എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഭൂമിയുടെ രാഷ്ട്രീയം ഉന്നയിക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാകാം. മുസ്ലിം ലീഗിന് പ്രത്യേകമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകേണ്ട യാതൊരു വിഷയവുമില്ല. ഞങ്ങൾ ന്യൂനപക്ഷ വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് പല രൂപത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. അതിലൊന്നും പ്രശ്നങ്ങളുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പല കക്ഷികളുമായി ഞങ്ങൾ സഹകരിക്കുന്നത് പോലെ മുസ്ലിം ലീഗുമായും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അപകടകരമായ ഒരു എതിർപ്പ് മുസ്ലിം ലീഗിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല, ഉണ്ടാകേണ്ട സാഹചര്യവുമില്ല. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി ഇതൊക്കെയാണല്ലോ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം എന്നുള്ളത്. ആ രീതിയിലാണല്ലോ അവർ ആ ലൈനിൽ നിന്ന് CPM നേരത്തെ മാറിയതുപോലെ മുസ്ലിം ലീഗും ആ ലൈനിൽ നിന്ന് മാറിപ്പോയി എന്നുള്ള ഒരു വിമർശനം ഉണ്ടോ? അല്ല, അത്തരം വിമർശനങ്ങളൊന്നും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. അത്തരം കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവരുടേതായ രാഷ്ട്രീയ ലൈനിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, അവരുന്നയിക്കേണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമമായാലും ഭൂമിയുടെ രാഷ്ട്രീയമായാലും ഭൂപരിഷ്കരണം പോരാ എന്ന് പറയുമ്പോഴും മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ രാഷ്ട്രീയം അതൊക്കെയാണല്ലോ അവരും ഉന്നയിക്കേണ്ടത്. പക്ഷെ അവർ അതൊന്നും ഉന്നയിക്കാതെ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടിക്ക് തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാകുന്നത്. അവരുന്നയിക്കേണ്ട രാഷ്ട്രീയം എന്നില്ല, എല്ലാവർക്കും ഉന്നയിക്കാവുന്ന രാഷ്ട്രീയമാണ്. ഏറിയും കുറഞ്ഞും ഉള്ള അളവിൽ പലരും ഉന്നയിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയം ഞങ്ങൾ മാത്രം ഉന്നയിക്കുന്നതാണ് എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. കേരളത്തിലെ ഒരുപാട് ചെറു രാഷ്ട്രീയ പാർട്ടികൾ അത് ഉന്നയിക്കുന്നുണ്ട്, സാംസ്കാരിക പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്, സമുദായ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്, ഒരുപാട് സമര സംഘടനകൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, നിരവധിയായ എഴുത്തുകാർ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറമുള്ള ഒരു രാഷ്ട്രീയം കൂടിയാണ്. ആ രാഷ്ട്രീയം കൂടി ചേർന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ഇന്ത്യയിൽ പലയിടത്തും ഇല്ലാത്ത ഒരു സവിശേഷത കൂടിയാണത്. ഇപ്പോൾ ചില രാഷ്ട്രീയം അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അവരവരുടേതായ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം രൂപപ്പെട്ടു വരികയാണ്. അത്തരം രാഷ്ട്രീയത്തെ പിന്തുണക്കുക, ആ പ്രക്ഷോഭങ്ങളെ പിന്തുണക്കുക. ഒരു ഘട്ടത്തിൽ 200-ലധികം സമരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. സഖാവ് VS-ൻ്റെ മരണോർമ്മയിൽ പലരും പറഞ്ഞത് എൻഡോസൾഫാൻ ഇരകൾ മുതൽ
അങ്ങ് എല്ലാ സമരങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ച അനുഭവങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ചില സമരങ്ങളോട് അദ്ദേഹവും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പല രൂപത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമരങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഭരണകൂടമായ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്, പ്രതിപക്ഷമായ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കൂടി അധികം അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വികസനം നടപ്പാക്കാൻ നമ്മുടെ ദേശീയപാതയായാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും ഇത്തരം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനിടങ്കോലിടാൻ വെൽഫെയർ പാർട്ടി കുറേ ആളുകളെ രംഗത്തിറക്കുന്നു എന്നുള്ളൊരു വിമർശനം എപ്പോഴും കേൾക്കാറുള്ളതാണ്. വികസനം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണോ? നമ്മുടെ നാട് മാറേണ്ടേ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾക്കതിന് ഉത്തരം നൽകേണ്ടി വരില്ലേ? അല്ല, ഈ വിഷയത്തിൽ ഞങ്ങളെക്കുറിച്ച് പല തെറ്റായ കാര്യങ്ങളും പലരും പറയുന്നത് പോലെ ഒരു ആരോപണമാണ് ഞങ്ങൾ വികസനത്തിൽ ഇടങ്കോലിടുന്നു, വികസന വിരുദ്ധരാണ് എന്നതൊക്കെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വികസന കാഴ്ചപ്പാട് വെൽഫെയർ പാർട്ടിക്കുണ്ട്. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ളതായിരിക്കണം വികസനം എന്നതാണ് മൗലികമായി ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം. സാമൂഹ്യനീതി എന്നത് അതിൻ്റെ മറ്റൊരു തലമാണ്. നിങ്ങൾ ഉന്നയിച്ച രണ്ട് വിഷയത്തിലും ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് ആ ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന മേഖലകളുടെ ഇരകളാക്കപ്പെട്ട ജനങ്ങളുടെ സമരമായിരുന്നു. ഞങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് CPM ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൺവീനറായൊരു സമരസമിതി സംഘടിപ്പിച്ച ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ഒരു ഓഫീസുണ്ട് എറണാകുളത്ത്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് P. രാജീവ് ആയിരുന്നു. അദ്ദേഹം അന്ന് MP ആണ്. അപ്പോൾ അന്ന് സമരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സമൻസ് വന്നു. അപ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആൾക്കെതിരെ കേസുണ്ടോ? P. രാജീവിന് കേസ്, രാജീവിന് കേസെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് സമരത്തിൽ അവരുണ്ടായിരുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ സമരത്തിൽ അവരുണ്ടായിരുന്നു. ഞങ്ങളതിനെ പറഞ്ഞത് ഗെയിൽ പൈപ്പ് ലൈൻ വേണ്ട എന്നല്ല, ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുപോകരുത് എന്ന നിലപാട് ഇരകൾ സ്വീകരിച്ചപ്പോൾ ആ സമരത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ദേശീയപാത വിഷയം പറഞ്ഞു. വെൽഫെയർ പാർട്ടി ദേശീയപാത കടന്നു പോകുന്ന ആ വഴികളിലെ ആ റൂട്ടിലെ ഇരകൾ നടത്തിയ സമരത്തിനെ പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉയർത്തിയ വിഷയം നോ BOT നോ ടോൾ, BOT ഇല്ലാത്ത പാത വരണം എന്നതാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് വരാൻ പണി പൂർത്തിയായി കഴിഞ്ഞാൽ 20ഓളം ടോൾ പ്ലാസകൾ ഉണ്ടാകും. 19 എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഓരോ ടോൾ പ്ലാസയിലും 150 രൂപയാണ് വൺ വേ, ഫ്ലാഷ് ടാഗ് ഇല്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ എത്ര ഡീസൽ ഇന്ധന ചെലവിനേക്കാൾ കൂടുതൽ ടോൾ കൊടുക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഈ BOT പാതയുടെ ഭാഗമായിട്ടാണല്ലോ ഈ വലിയ കെട്ടിയുയർത്തലുകളൊക്കെ ഉണ്ടായത്. സഖാവ് VS ഓർമ്മിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ജനകീയ സമരങ്ങളെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം എത്രമേൽ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയുണ്ട്. ഒന്നാം സർവകക്ഷി യോഗം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് 30 മീറ്ററിൽ BOT ഇല്ലാതെ ടോൾ നിർമ്മിക്കണം. മീറ്റർ വിഷയം വെൽഫെയർ പാർട്ടിയേക്കാൾ ജനങ്ങളാണ് ഉന്നയിച്ചത്. കാരണം അത് വീടും സ്ഥലവും പോകുന്ന ആളുകളുടെ പ്രശ്നമായിരുന്നു. ഏതായിരുന്നാലും ടോളിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതൊരു അപകടകരമായ കാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞത് വികസനം, ദേശീയപാത വികസിപ്പിക്കണം. അതിൽ ടോളില്ലാതെ വികസന സാധ്യതയുണ്ടാകാൻ കഴിയുമോ? ഇപ്പോൾ സർവീസ് റോഡ് എന്നതിന് പകരം അന്ന് ചില നിരീക്ഷണങ്ങൾക്ക് സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വന്നിരുന്നു. അതിൽ തൂണുകളിലുള്ള ആകാശ റോഡ് എന്ന കാഴ്ചപ്പാടായിരുന്നു. പല എഞ്ചിനീയേഴ്സും അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ CPMൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് VS അന്ന് ഞങ്ങളുടെ സമരത്തിൻ്റെ കൂടെയായിരുന്നു. ഇന്ന് കണ്ണേ കരളെ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി വികസന വിരുദ്ധനായിരുന്നു എന്ന് നമ്മളാരെങ്കിലും പറയുമോ? പറയില്ലല്ലോ. കേരളത്തിലെ ജനകീയ സമരങ്ങളിലൂടെ VS സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം വികസന വിരുദ്ധനായ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറയുമോ? പറയില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് വികസനം അനിവാര്യമാണ്. അതിനുവേണ്ടി പരമാവധി പ്രതിസന്ധികൾ ഒഴിവാക്കണം. മണ്ണിനെയും മനുഷ്യനെയും പരിഗണിക്കണം. ടോൾ പോലുള്ള കച്ചവട തന്ത്രങ്ങളിൽ നിന്ന് വികസനം മാറ്റിയെടുക്കണം. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസനമായിരിക്കണം സംഭവിക്കേണ്ടത്. ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് സമഗ്ര ഭൂപരിഷ്കരണം എന്ന കാഴ്ചപ്പാട്.
അതുകൊണ്ട് ഞങ്ങൾ വികസനത്തിനെതിരല്ല, പക്ഷേ മണ്ണിനും മനുഷ്യനും പരിഗണനയുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സാമൂഹ്യനീതി എന്ന ആശയത്തെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ വികസന കാഴ്ചപ്പാടിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിണറായി ആണോ എല്ലാറ്റിനും പ്രശ്നം? അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അപകടകരമായ ഒരു കാഴ്ചപ്പാടാണല്ലോ. ഉദാഹരണമായി മോഡിയാണോ പ്രശ്നം? മോഡിയല്ല പ്രശ്നം, RSSൻ്റെയും BJPയുടെയും പ്രത്യയശാസ്ത്രമാണ് പ്രശ്നം. കേരളത്തിലെ ഗവൺമെൻറ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് CPM വിലയിരുത്തണം. എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ആ വ്യക്തിയാണ് എല്ലാം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ, കേരള ഭരണത്തിൽ പല രീതിയിലുള്ള അപകടകരമായ ഇടപെടലുകളും നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ചില പ്രതിസന്ധികളെ മുമ്പിൽ വെച്ചുകൊണ്ടാകാം. ആ പ്രതിസന്ധി ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് സഖാവ് VS. RSSും പിണറായിയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേസമയം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ബ്ലാക്ക് ആൻഡ് വൈറ്റായി ഞാനിപ്പോൾ പറയുന്നില്ല. അതേസമയം സർക്കാർ സ്വീകരിക്കുന്ന പല നിലപാടുകളും അതിനനുകൂലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഒരു RSSകാരൻ റിയാസ് മൗലവിയെ വെട്ടിക്കൊന്നു കാസർഗോഡ്. ഞാൻ അവിടെ പോയിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുണ്ടായ FIR പരിശോധിച്ചാൽ ആ പ്രതികൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ കഴിയുന്ന FIR ആണ് അതിന് വന്നിരിക്കുന്നത്. അതെ, FIRൻ്റെ തന്നെ പോരായ്മയാണ്. അന്ന് തന്നെ FIR ചർച്ചയായിരുന്നു. ഇപ്പോൾ നമ്മളെ കൊടിഞ്ഞി ഫൈസൽ വധിക്കപ്പെട്ടു. RSSകാരാണ് പ്രതികൾ. 20 പ്രാവശ്യം കോടതി കയറി ഇറങ്ങിയ അനുഭവം ഞാൻ ഈ അടുത്ത് അവരുടെ മാതാപിതാക്കളെ കണ്ടപ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ മാറുകയാണ്. അതിൻ്റെ കാരണം പലരും ഉന്നയിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകൾ അകപ്പെട്ട കേസുണ്ട്, അദ്ദേഹം തന്നെയും അകപ്പെട്ട ലാവ്ലിൻ പോലത്തെ കേസുണ്ട്. ഇതിൻ്റെ പേരിൽ പാർട്ടിയെയും സർക്കാരിനെയും അദ്ദേഹത്തിൻ്റേതായ വഴിയിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഗൗരവപ്പെട്ട വിശകലനം CPM നടത്തണം. ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. നിലവിലുള്ള CPM അങ്ങനെയായി തുടങ്ങിയിരിക്കുന്നു എന്ന കാരണത്താലാണ് ആ സ്വഭാവത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കണ്ണൂരിലെ CPM നേതാക്കളൊക്കെ വളരെ ഗൗരവത്തിൽ ആത്മവിശകലനം നടത്തേണ്ട സന്ദർഭമാണ്. സഖാവ് VSൻ്റെ മരണത്തിൻ്റെ ഓർമ്മകളിലാണ് നമ്മളുള്ളത്. അദ്ദേഹം ഉയർത്തിയ കാഴ്ചപ്പാടുകളും അദ്ദേഹം പങ്കുവച്ച വിഷയങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച പലപ്പോഴും കേരളത്തിലെ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുന്ന ഒരു രൂപത്തിലുള്ള ചർച്ചയാണ്. ഒരു സൈഡിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങളല്ല സ്ഥാപിച്ചത്, CPMലെ പല നേതാക്കളുമാണ് സ്ഥാപിച്ചത്. തീർച്ചയായും അത്തരം ചർച്ചകൾ കേരളത്തിലുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് മൊത്തം പ്രശ്നങ്ങളുടെ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് എന്ന നിലപാടില്ല. ഇങ്ങനെ പോയാൽ വീണ്ടും 3ാം LDF സർക്കാർ വരുമെന്ന് തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റിനടക്കം രഹസ്യമായെങ്കിലും പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. കോൺഗ്രസ് ഈ രീതിയിൽ പോയാൽ ഭരണത്തിൽ വരാൻ കഴിയും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഈ രീതിയിലുള്ളൊരു കോൺഗ്രസിൻ്റെ പോക്ക് കേരളത്തിലെ ജനങ്ങൾ LDFൻ്റെ 2ാം ഭരണം മടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോരോ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഒരു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു അധികാരത്തിൽ വരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടോ? അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങൾ തീരുമാനിക്കുന്നതാണല്ലോ. ഏതെങ്കിലും പാർട്ടിയുടെ ക്രിസ്റ്റൽ ക്ലിയർ വോട്ട് മാത്രമല്ലല്ലോ, മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായും അത്തരം സാഹചര്യങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് അനുകൂലമാകുന്ന സ്വഭാവത്തിൽ ഉള്ള ഒരു ചുവടുവെപ്പ് നടത്താൻ സാധിച്ചാൽ കേരളത്തിൽ ഭരണം മാറുമെന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അത് മാറണമെന്നത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തെ സമഗ്രമായി തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടങ്ങൾ, അത് ഈ കേരളത്തിൽ അവർ നിസ്സംശയം തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ
എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിച്ചേ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറയുമ്പോഴും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സ്വാഭാവികമായും അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വായിച്ചെടുക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF-നൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ഉയർത്തി എല്ലാ മുന്നണികളുമായും ചേർന്ന് പോകാനും തങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ മതരാഷ്ട്രവാദം എന്ന ആ നരേഷൻ അത് ഈ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അവിടെ ഇത്തരം പ്രചരണങ്ങൾ നടത്തിയവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് CPM മനസ്സിലാക്കണം എന്ന ഒരു ഉപദേശം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി സജ്ജമായിരിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 15 വർഷമേ രൂപീകരിച്ചിട്ട് ആയിട്ടുള്ളൂ. പക്ഷേ അതിനിടയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടി അടയാളപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും വെൽഫെയർ പാർട്ടി എന്ന അവരുടെ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതുവരെ ഈ ഘട്ടത്തിൽ വരെ ഏതെങ്കിലും തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചു എന്നതിനും നമുക്ക് മുന്നിൽ ഒരു കാര്യങ്ങളുമില്ല. അതുതന്നെയാണ് അദ്ദേഹം വിശദമാക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തൂ, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ വിലയിരുത്തൂ, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ വിലയിരുത്തൂ എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. സമൂഹത്തോടും അദ്ദേഹം അതുതന്നെയാണ് പറയുന്നത്. ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി വെൽഫെയർ പാർട്ടി ഇവിടെയൊക്കെ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വളരെ പക്വമായി ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈനിൽ നിന്ന് മാറാതെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരിക്ക് കണ്ണൂർ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കരുത്തായി അദ്ദേഹം നമുക്കിടയിൽ തന്നെ ഉണ്ടാകട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായൊക്കെ അദ്ദേഹവും വരട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ് ഈ ഘട്ടത്തിൽ. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.